അതെ, അങ്ങനെയെല്ലാം കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. ഇത് ഓരോ വകുപ്പുകൾ തിരിച്ചാണ് അതിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചുമത്തിയ ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ല എന്ന് കോടതി പറയുന്നു. 342 വകുപ്പ് നിലനിൽക്കില്ല എന്ന് പറയുന്നു. 354B നിലനിൽക്കില്ല എന്ന് പറയുന്നു. അത് സ്ത്രീകൾക്കെതിരായ ബലപ്രയോഗമാണ്. 354 വകുപ്പ് സ്ത്രീകൾക്കെതിരായ അതിക്രമമാണ്. 376D ബലാത്സംഗ കുറ്റമാണ്. ഇത്തരം അതിൻ്റെ ഗൂഢാലോചന കുറ്റമാണ് ദിലീപിനെതിരെ ചുമത്തിയത്. മാത്രമല്ല 66E എന്നത് ഈ സ്വകാര്യത ലംഘിച്ചു എന്ന കുറ്റമാണ്. IT ആക്ടിലെ അതിൻ്റെ ഗൂഢാലോചന കുറ്റം. ഇത്തരം ഗൂഢാലോചന കുറ്റങ്ങളൊന്നും ദിലീപിനെതിരെ നിൽക്കില്ല എന്നതാണ് ആ പാരഗ്രാഫിൽ ആ പേജിൽ പറയുന്നത്. അതിൻ്റെ അത്തരമുള്ള വിധിന്യായങ്ങളാണ് ഓരോ പേജുകളായി പുറത്തു വരുന്നത്. അതായത് അക്യൂസ്ഡ് നമ്പർ 8 ഈസ് ഫൗണ്ട് നോട്ട് ഗിൽറ്റി ഓഫ് ദി ഒഫൻസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 120B. ഇത് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞു എന്നാണ്. അഥവാ കുറ്റം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ്. അതായത് 201 വകുപ്പ് എന്ന് പറയുന്നത് തെളിവ് നശിപ്പിച്ചു എന്ന കുറ്റമാണ്. ഈ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല, സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുറ്റത്തിൽ നിന്ന് ദിലീപിനെ ഒഴിവാക്കുന്നു എന്നതാണ്, ദിലീപിനെ കുറ്റമുക്തനാക്കുന്നു എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വേണ്ടതുണ്ട്. ഈ പറയുന്ന വകുപ്പുകൾ പ്രേക്ഷകർക്ക് കാണാം. സ്ക്രീനിൽ കാണുന്ന ഈ 13-ാമത്തെയും 14-ാമത്തെയും പാരഗ്രാഫ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 13-ാമത്തെയും 14-ാമത്തെയും പാരഗ്രാഫിലാണ് ദിലീപിനെ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവുള്ളത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉള്ളിലെ പേജുകളിലുണ്ടാവും. എന്തുകൊണ്ടാണ് പറയൂ ശ്യാം. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് അവർക്ക് ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. പ്രോസിക്യൂഷൻ എവിടെയാണ് പരാജയപ്പെട്ടത്, ഏത് രീതിയിലാണ് 120B തെളിയിക്കാൻ പറ്റാതെ പോയത്, 342, 354, 354B, 357, 376 എന്നീ വകുപ്പുകൾ എങ്ങനെയാണ് തെളിയിക്കാൻ പറ്റാതെ പോയത് ദിലീപിനെതിരെ എന്നുള്ളതാണ്. പറഞ്ഞോളൂ. കോടതി പറയുന്നത് എല്ലാ മാറ്ററുകളും, അതായത് ഫിയറ്റ് ജസ്റ്റിഷ്യ റുവത് സീലം, ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാവുക തന്നെ ചെയ്യും എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. അതൊരു ലാറ്റിൻ മാക്സിമാണ്. ആ മാക്സിമിനെ ഉദ്ധരിച്ചാണ്, അതായത് ഒരു ലാറ്റിൻ പഴഞ്ചൊല്ലിനെ നിയമപരമായി പറയുന്ന ആ പഴഞ്ചൊല്ലിനെ ഉദ്ദേശിച്ചാണ് കോടതി അക്കാര്യം ഒരു 1547 പേജിൽ അക്കാര്യം വ്യക്തമാക്കുന്നത്. ഫിയറ്റ് ജസ്റ്റിഷ്യ റുവത് സീലം, അതായത് ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാവുക തന്നെ ചെയ്യും. പ്രോസിക്യൂട്ടർ 8-ാം പ്രതിക്കെതിരെ നിരവധിയായ തെളിവുകൾ ഹാജരാക്കിയിരുന്നു. നിരവധിയായ തെളിവുകൾ ഹാജരാക്കിയിരുന്നു, ഈ വിചാരണ കോടതിയിൽ തന്നെ ഹാജരാക്കിയിരുന്നു. പക്ഷേ അത്തരം തെളിവുകളൊന്നും ആ വാദങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് 1547 പേജിൽ പറയുന്നത്.